എല്ലാ പ്രേക്ഷകർക്കും ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ അടുത്ത ഒരു മണിക്കൂർ നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയാണ്. നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഇടപെടലുകൾ, നിങ്ങളുടെ സന്ദേശങ്ങളെല്ലാം ഈ പരിപാടിയുടെ ജീവനും ആത്മാവായി മാറുന്ന അടുത്ത ഒരു മണിക്കൂർ നമ്മുടെ ഒന്നിച്ചുള്ള യാത്ര ഇവിടെ തുടങ്ങുന്നു. നമ്മൾ ആരംഭിക്കുന്നു. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പതിവ് പോലെ പ്രേക്ഷകർക്ക് വിളിക്കാനുള്ള നമ്പർ സ്ക്രീനിൽ തെളിയുന്നു. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. നിങ്ങൾക്ക് വാർത്തകളും ദൃശ്യങ്ങളും അയക്കാനുള്ള നമ്പറാണ് ആദ്യം കാണുന്നത്. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അയക്കാം. 6235968937. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ വാർത്തയുടെ മുൻപിൽ വെച്ച് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ചിന്തയുടെ ഭാഗമായി എന്നോട് സംസാരിക്കണമെന്ന് തോന്നിയാൽ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിലേക്ക് നിങ്ങൾ നേരിട്ട് വിളിക്കാം. അതുവഴി എന്നിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാം. 0484-2830-510. ഇതാണ് ആ നമ്പർ. 04842830-510. ഇത് കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ ലോഗിൻ ചെയ്താൽ 24 ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ കുറിക്കാം. ആ കമൻറ്റുകളും ഈ പരിപാടിയുടെ ഈ മൊബൈൽ ഫോൺ വഴി ഈ പരിപാടിയുടെ ഭാഗമാകും. അപ്പോൾ നമുക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആദ്യത്തെ വാർത്തയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ വാർത്താ പകൽ വന്ന ഏറ്റവും വലിയ കാര്യം അർജുനനെ കാണാനില്ല എന്നുള്ള കാര്യം തന്നെയാണ്. കർണാടകത്തിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കർണാടകത്തിലെ അങ്കോലയിൽ കാണാതായ ലോറി ഡ്രൈവറുടെ കാര്യമായിരുന്നു ഇന്നത്തെ വാർത്താ പകൽ വന്ന ഏറ്റവും വലിയ കാര്യം. അപ്രതീക്ഷിതമായി എൻ്റെ വാട്സപ്പിലേക്ക് വന്ന ഒരു മെസ്സേജാണ് ഇത്തരം വാർത്തയിലേക്ക് നമ്മൾ പോകാൻ കാരണമായത്. ഒരു ലോറിയുമായി കർണാടകത്തിലേക്ക് പോയ ഒരാൾ മണ്ണിനടിയിൽപ്പെട്ടു എന്ന വാർത്തയായിരുന്നു ആദ്യം വന്നത്. പിന്നീടാണത് കോഴിക്കോട്ടെ അർജുനനാണ് എന്ന് നമുക്ക് മനസ്സിലായത്. എന്തായാലും ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഇപ്പോൾ ഊർജിതമായ തെരച്ചിൽ നടത്തുകയാണെന്നാണ് നമുക്ക് മനസ്സിലായത്. അതേസമയം ഈ സ്ഥലത്ത് മുഴുവൻ പ്രതികൂലമായ കാലാവസ്ഥയാണെന്നും അറിയുന്നു. ലോറി പുഴയിലേക്ക് വീണു എന്നായിരുന്നു ആദ്യത്തെ സംശയം. എന്നാൽ അങ്ങനെ വീണിട്ടില്ല എന്ന് ഇപ്പോൾ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല അത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ 24 വഴി സ്ഥിരീകരിക്കുകയും ചെയ്തു. GPS വഴി നടത്തിയ പരിശോധനയിൽ ഈ ലോറി മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുന്നു. നദിയുടെ നേരെ എതിർഭാഗത്താണ് ഈ ലോറി മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. GPS വർക്ക് ചെയ്യുന്നുണ്ട്. മെറ്റൽ ഡിറ്റക്ടർ വഴിയും പരിശോധന നടക്കുന്നുണ്ട്. മാത്രവുമല്ല ഒരു സമയത്ത് ലോറിയുടെ എഞ്ചിൻ ഓണായി എന്നും പറയുന്നു. എന്തായാലും ഇദ്ദേഹത്തിന് വേണ്ടി, അർജുനു വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ നാട് മുഴുവൻ. ഇന്നത്തെ വാർത്താ പകലിൽ വന്ന ഈ വാർത്തയിലേക്ക്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു റിപ്പോർട്ടാണ് ഞാൻ ആദ്യം പ്രേക്ഷകരെ കാണിച്ചിരുന്നത്. നാവികസേനയുടെ 8-അംഗ സംഘവും NDRFുമാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. മെറ്റൽ ഡിറ്റക്ടറും തെരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട്. ലോറിയുടെ GPS ലൊക്കേഷൻ ലഭിച്ച സ്ഥലത്ത് മണ്ണ് കുഴിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. കൃത്യമായി GPS സിഗ്നൽ ലഭിച്ചെന്നും ലോറി പുഴയിൽ വീണിട്ടില്ലെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ 24നോട് പറഞ്ഞു. ഇവിടുന്ന് വടക്കോട്ട് നോർത്തിലേക്ക് പോകുമ്പോൾ ഇടതുവശമാണ് നദിയുള്ളത്. പക്ഷേ ഈ നദിയുടെ അപ്പുറത്തല്ല, ഇപ്പുറ സൈഡിലാണ് ഇപ്പോൾ ലൊക്കേഷൻ കാണിക്കുന്നത്. നദിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ ഈ മണ്ണിടിഞ്ഞ് വന്ന് ഇതിന്റെ പുറത്ത് വീണതായിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഇപ്പം ലൊക്കേഷൻ അയച്ചു കൊടുത്തു. കളക്ടർ, ജില്ലാ കളക്ടറോട് ഞാൻ ഇപ്പം സംസാരിച്ചു. മാഡം പറഞ്ഞത് ഇപ്പൊ തന്നെ അവിടെ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അവിടെ കുഴിച്ച് പരിശോധിക്കാൻ പോകുന്നു. അതുകൂടാതെ 20 മീറ്റർ താഴ്ചയുള്ള മെറ്റൽ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ലോറിയുടെ GPS-ഉം അർജുന്റെ ഫോൺ ലൊക്കേഷനും പുഴയ്ക്ക് സമീപമല്ലെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത്. എന്നാൽ കനത്ത മഴയും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയും തെരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. തെരച്ചിലിനായി കൂടുതൽ വിദഗ്ധ സംഘത്തെ സ്ഥലത്ത് നിയോഗിച്ചുവെന്ന് ഉത്തരകന്നഡ ഡെപ്യൂട്ടി കമ്മീഷണർ ലക്ഷ്മി പ്രിയ 24നോട് പറഞ്ഞു. Here we are trying to metal detectors also. We are trying. We still not got. We're still trying. We cannot put more teams because this land is unstable. The present team we will slowly work. കേരള സർക്കാരിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ് നേരത്തെ മന്ദഗതിയിലായിരുന്ന രക്ഷാപ്രവർത്തനം വീണ്ടും ഊർജ്ജസ്വലമായത്. 24 ബംഗളൂരു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ കർണാടകത്തിലെ അങ്കോലയിൽ ഇപ്പോൾ തിരക്കിട്ട അന്വേഷണം നടക്കുകയാണ്. തെരച്ചിൽ പൂർവാധികം ശക്തിയായി ഇപ്പോൾ നടത്തുന്നുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ എന്തെങ്കിലും വിവരം നമുക്ക് ലഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലും ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് അവിടെ നിന്നുള്ള വാർത്തയിൽ പറയുന്നു. നമ്മുടെ 24 ഒരു വാർത്താ സംഘം ഈ എക്സാക്ട് സ്ഥലമെന്ന് പറയുന്നത് ഷിരൂരിലേക്ക് യാത്ര തിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മേധാവി അരുൺ പൂപ്പറമ്പയാണ്. അരുൺ വളരെ സമീപത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുൺ, ടെലിഫോണിൽ താങ്കൾ ഉണ്ടെങ്കിൽ താങ്കൾ എന്നോട് പറയൂ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ഷിരൂർ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തൊക്കെയാണ്? SKN ഇപ്പോൾ നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് അതായത് ഈ GPS ലൊക്കേഷൻ, അതായത് ഈ അർജുന്റെ ലോറിയുടെ
GPS ലൊക്കേഷൻ ലഭിച്ച ആ പോയിന്റിലെ മണ്ണ് കുഴിച്ചെടുത്ത് നീക്കം ചെയ്താൽ മാത്രമേ ഇതിനടിയിൽ ലോറി ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ പ്രതികൂലമായിട്ടുള്ള ഈ കാലാവസ്ഥ അതിന് പലപ്പോഴും തടസ്സം നിൽക്കുന്നുണ്ട്. നിലവിൽ ഈ രക്ഷാപ്രവർത്തകർ ഈ മറ്റ് തൊഴിലാളികളുടെയും എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് അവർ ഇപ്പോൾ ചെയ്യുന്നത് ഈ വലിയൊരു മൺകൂനയുടെ രണ്ട് വശങ്ങളിൽ നിന്നും ഈ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുന്ന ഒരു പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായി JCBകളും ലോറികളും തൊഴിലാളികളും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. നിലവിൽ നേവിയും NDRF സംഘവും അവിടെ കേന്ദ്രീകരിച്ച് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ കൃത്യമായ ഈ GPS ലൊക്കേഷന്റെ പോയിന്റിൽ അവിടുത്തെ മണ്ണെടുത്ത് നോക്കാൻ പറ്റൂ അല്ലെങ്കിൽ പരിശോധിക്കാൻ പറ്റൂ എന്നതാണ് അവർ പറയുന്നത്. ഇപ്പോൾ നിലവിൽ രണ്ട് വശങ്ങളിൽ നിന്നായി മണ്ണ് നീക്കം ചെയ്ത് മണിക്കൂറുകളായി നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മണ്ണ് എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ കുന്ന് തന്നെയാണ് ഇടിഞ്ഞു വീണത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിന് മുകളിൽ നിന്ന് വീണ്ടും ഈ മഴ ശക്തിപ്പെടുമ്പോൾ വെള്ളം താഴോട്ട് വീഴുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം ചെറിയ തോതിൽ മണ്ണും ഇടിഞ്ഞ് ഇതിന് മുകളിലേക്ക് വീഴുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെയാണ്, വളരെ സൂക്ഷ്മമായാണ് ഈ രക്ഷാപ്രവർത്തകർ ഈ ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായാൽ അത് വലിയ പ്രതിസന്ധി രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടാകുമെന്ന് അവർക്ക് ബോധ്യമുണ്ട്. ആ സ്ഥലത്തിന്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതൊരു കൊങ്കൺ ടെറൈന്റെ ഒക്കെ ഒരു പ്രദേശമാണ്. അതിൽ ഈ മണ്ണ് വ്യാപകമായി ഇടിച്ചാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണം നടത്തിയത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രതലത്തിന് അത്രത്തോളം ബലമില്ല. ഈ വലിയ ശക്തമായ മഴയും താഴെ നിന്ന് ഈ സമ്മർദ്ദവും ഉണ്ടായാൽ വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. അത് ആദ്യഘട്ടത്തിൽ തന്നെ അവിടുത്തെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വലിയ മൺകൂനയുടെ രണ്ട് സൈഡിലായി മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏകദേശം നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ അർജുന്റെ ലോറി ഉള്ള GPS ലൊക്കേഷനിലെ മണ്ണ് പൂർണ്ണമായും കുഴിച്ചെടുത്ത് അവിടെ ഈ മെറ്റൽ ഡിറ്റക്ടറിലൂടെ ഇതിന്റെ ഒരു സ്ഥിരീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതിന്റെ ദൗത്യം ഇപ്പോഴും ശക്തമായി മുന്നോട്ട് പോകുന്ന. ആദ്യഘട്ടത്തിൽ ഇതിലൊരു മന്ദഗതി ഉണ്ടായിരുന്നു, ആദ്യഘട്ടത്തിൽ അനാസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ശക്തമായ കേരളത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഇപ്പോൾ തെരച്ചിലിൽ ഇപ്പോൾ എന്തായാലും ഒരു ദ്രുതഗതി വന്നിട്ടുണ്ട്. അരുൺ, എത്ര നേരം കൊണ്ട് ഈ ഷിരൂർ എന്ന് പറയുന്ന ഈ എക്സാക്ട് ലൊക്കേഷനിൽ താങ്കൾക്ക് എത്തിച്ചേരാൻ കഴിയും? ഒരു കണക്കൂട്ടൽ എന്താണ്? നമുക്ക് ഏറെ വൈകാതെ തന്നെ ആ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ തന്നെ താങ്കൾ വേഗം എത്തിച്ചേരുക. നമ്മുടെ വാർത്താ സംഘത്തോട് എത്തിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുക. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി കൃഷ്ണപ്രിയ അദ്ദേഹത്തിൻ്റെ വരവും കാത്ത് കോഴിക്കോട് ഉണ്ട്. അവരെ കൂടി നമ്മൾ ഓർമ്മിക്കുന്ന ഈ അവസരത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ അർജുൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവർ സഹപ്രവർത്തകൻ സനു ജേക്കബ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സനു ജേക്കബ് യഥാർത്ഥത്തിൽ ഷിരൂരിനടുത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാനും സമയത്തിനകം അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നതാണ് വിശ്വാസം. നമസ്കാരം സനു ജേക്കബ്. സനു, നിങ്ങൾ ഒരു ഡ്രൈവറാണെന്ന് ഞാൻ കരുതുന്നു. എവിടെയാണ് താങ്കളുടെ വീട്? ഈ അർജുൻ എത്ര കാലമായി താങ്കൾക്ക് പരിചയമുണ്ട്? എൻ്റെ വീട് പാലക്കാട്. ഞാൻ അവന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾ രണ്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവൻ വർക്ക് ചെയ്യുന്നത് വേറെ കമ്പനിയിൽ, ഞാൻ വർക്ക് ചെയ്യുന്നത് വേറെ കമ്പനിയിൽ. ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ ദിവസം കണ്ടേ ഉള്ളൂ. ഏറ്റവും അവസാനം നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അല്ലേ? ഈ തിങ്കളാഴ്ചയാണല്ലോ ഈ ഈ അർജുൻ ലോറിയുമായിട്ട് ഈ കർണാടകത്തിലേക്ക് പോയത്. അപ്പോൾ ഈ കർണാടകത്തിൽ പോകുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും താങ്കൾക്ക് ഇതേപോലെ സംസാരിക്കാൻ കഴിഞ്ഞോ അർജുനുമായി? ഒരു രണ്ടാഴ്ച മുമ്പ് സംസാരിച്ചു അല്ലേ? അപ്പോൾ ഈ കർണാടകത്തിലേക്ക് പോകുന്ന കാര്യം പലതും പറഞ്ഞിരുന്നു. ഓക്കെ. യഥാർത്ഥത്തിൽ താങ്കൾ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഈ സ്ഥലത്തേക്ക് താങ്കൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ എന്താ താങ്കളുടെ ഐഡിയ അവിടെ പോയിട്ട്? ഞാൻ അവിടെ എന്റെ വണ്ടിക്ക് ലോഡ് കയറ്റുന്ന അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങോട്ട് പോകുന്ന അവിടുന്ന് വിളിക്കുന്നത്. ഇപ്പൊ ആ ഭാഗത്ത് അങ്ങനത്തെ പ്രശ്നം ആയതുകൊണ്ട് അങ്ങോട്ട് എങ്ങനെ എത്തിച്ചേരുന്ന എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതല്ല അവിടെ ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കല്ലേ ഇപ്പോ? നമ്മളുടെ കേരള സർക്കാർ ഒന്ന് ഇടപെട്ടിട്ട് ഇവര് 5 മണിക്ക് ഈ മറ്റേ റെസ്ക്യൂ ഓപ്പറേഷൻ നിർത്തി വെക്കുന്നത് ഒന്ന് നിർത്തിയിട്ട് ഒന്ന് രാത്രി മുഴുവൻ നോക്കി. നമ്മളെ കേരളത്തിലാണെങ്കിൽ ഇങ്ങനെയാണോ? തീർച്ചയായിട്ടും. അല്ല, ഇതിനകത്ത് ഇപ്പൊ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് സനു ജേക്കബ്. ചീഫ് സെക്രട്ടറിയെ പ്രത്യേകിച്ച് അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ KB ഗണേഷ് കുമാർ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ കേന്ദ്ര പെട്രോളിയം ആൻഡ് ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലുണ്ട്. അപ്പോൾ ഇടപെടലുകളുണ്ട് തീർച്ചയായിട്ടും. നമ്മൾ നേരായ വണ്ണം കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഇപ്പോൾ.
ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ ഒരാളുടെ ജീവനില്ലാതെ ഒരു AC ഓൺ ആവൂലല്ലോ വണ്ടിയിൽ നിന്ന്, ഇല്ലാത്ത AC. അതാണ് മനസ്സിലായി, അതിന് മനസ്സിലായി. ജീവനുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ വർത്താനം പറയുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം എന്ന് പറയാ, അത് ഏറ്റവും എളുപ്പം അവന് എത്രയും പെട്ടെന്ന് ആ മണ്ണ് നീക്കിയിട്ട് ആ വണ്ടി ഒന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവന് ജീവനുണ്ട് ഇപ്പോഴും. അതെ ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് നമുക്ക് ഇഷ്ടം. അദ്ദേഹം വേഗം തിരിച്ചു വരട്ടെ എന്നുകൂടി നമ്മൾ പറയുന്നു. താങ്ക് യു സനു ജേക്കബ് ഫോർ ജോയിനിങ് വിത്ത് ദിസ് ഷോ. ഈ താങ്കൾ യാത്ര തുറന്നോളൂ, എന്തായാലും സൂക്ഷിച്ച് യാത്ര ചെയ്യുക. അവിടെ ഗതാഗത തടസ്സം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ ഈ വാർത്ത നമ്മൾ വഴിയാണ് കെ ബി ഗണേഷ് കുമാർ കൂടുതൽ ഇടപെടാൻ കാരണമായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ വെച്ച് തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി സംസാരിക്കുകയുണ്ടായി. എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് ഗണേഷ് കുമാർ ഉറപ്പ് നൽകുകയും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഈ കാര്യത്തിൽ സത്വരം ഇടപെടുകയും ചെയ്തു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. താങ്ക് യു കെ ബി ഗണേഷ് കുമാർ. അതേപോലെ ഉച്ച കഴിഞ്ഞപ്പോഴാണ് കേന്ദ്ര പെട്രോളിയം ആൻഡ് ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി എന്നെ ഫോണിൽ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന നല്ല ബന്ധം അപകടത്തിലാക്കുന്നതിൽ വികാരപരമായി നമ്മൾ പ്രതികരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. മാത്രമല്ല കാര്യക്ഷമമായി അവിടെ ഈ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് തെരച്ചിൽ നടക്കുന്നുണ്ട്. അർജുനെ കണ്ടെത്താനുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തന്നെ ഒരു MP ഇപ്പോൾ ആ സ്ഥലത്തുണ്ട് എന്നുകൂടി അദ്ദേഹം നമ്മോട് പറയുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കലും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ സമാധാനത്തിൽ കഴിയുന്ന ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഇതൊരു ഏറുപടക്കം പോലെ വീഴാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സമാധാനത്തോട് മുന്നോട്ട് പോകാൻ എല്ലാ വാർത്താ ചാനലുകളും പ്രയത്നിക്കും എന്ന് ഞാൻ എല്ലാ ചാനലുകാർക്കും വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നമ്മുടെ ചാനലിൽ ആ നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വികാരവിക്ഷോഭമല്ല ഈ അവസരത്തിൽ ആവശ്യം, അർജുൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സനു ജേക്കബ് അഭിപ്രായപ്പെട്ടതുപോലെ ഈ തെരച്ചിൽ നിർത്തിവെക്കാതെ രാത്രി മുഴുവൻ തെരഞ്ഞായാലും ശരി എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിനെ കണ്ടെത്തണം, ഈ ലോറി കണ്ടെത്തണം. കാര്യം മണ്ണിനടിയിൽ ഈ ലോറി കണ്ടെത്തണമെന്ന് മാത്രമല്ല, ഈ ലോറി GPS പ്രകാരം ഈ കിടക്കുന്ന സ്ഥലം ഇപ്പോൾ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്ത് തന്നെയാണ് ലോറി ഉള്ളതെന്നാണ് ഈ നേവി നടത്തിയ തെരച്ചിൽ മനസ്സിലായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ലോറി കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും എന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം ഈ ഇടയ്ക്ക് ഈ ലോറിയുടെ എൻജിൻ ഓഫായിരുന്നു, ഇപ്പോൾ എൻജിൻ വീണ്ടും ഓഫായി. ഇടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ ശബ്ദിച്ചിരുന്നു, പിന്നീട് അത് ഓഫായി. അങ്ങനെ ആരോ ഒരാളിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ അർജുൻ ജീവനോടെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. എത്രയും വേഗം തിരച്ചിൽ പൂർത്തിയാകട്ടെ. എന്തായാലും വളരെ ആകാംക്ഷയുടെയും ഉത്കണ്ഠയുടെയും കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. അർജുനൊരു കുഞ്ഞുമുണ്ട്. നമ്മുടെ വാർത്താ സംഘം അവിടെ ഉണ്ടായിരുന്നു ഇന്ന് പകൽ മുഴുവനും. അതുപോലെ VD സതീശൻ ഇന്ന് കർണാടകത്തിലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ആയിട്ട് അദ്ദേഹം സംസാരിച്ചു. DK ശിവകുമാറുമായി ബന്ധപ്പെട്ടിട്ട് സത്വരം ഇതിൽ ഇടപെടിക്കാനുള്ള ശ്രമം നടന്നു. അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിയോട് ഇതിന് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഷെഫീദ് റാവത്തർ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഷെഫീദ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്താണ് ഈ കാര്യത്തിൽ? നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇന്ന് നടന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുന്ന ഒരു റിപ്പോർട്ടിലേക്ക് കൂടി ഞാൻ പോകുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഷെഫീദ് റാവത്തറുമായി ബന്ധപ്പെടാം. ആദ്യം ആ റിപ്പോർട്ട്. വിവരമറിഞ്ഞതു മുതൽ അർജുനെ കണ്ടെത്താൻ തിരക്കിട്ട നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണുവിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദൗത്യം ഏകോപിപ്പിക്കാൻ കോഴിക്കോട് കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി PA മുഹമ്മദ് റിയാസും അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസും റവന്യൂ വകുപ്പും ഇടപെടുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഉടനടി സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള STMAയിൽ നിന്നും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർണാടക ഗവൺമെന്റിന് അടിയന്തരമായിട്ടുള്ള സന്ദേശം പോയിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിലെ 2 ഉദ്യോഗസ്ഥരെ അങ്കോലയിലേക്ക് അയച്ചെന്നും ആവശ്യമായ ഇടപെടൽ നടത്താൻ കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഞാൻ അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ മഴ ഇപ്പോഴും വലിയ കാലാവസ്ഥ വളരെ മോശമാണ്. എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞപ്പോഴാണ് മലയാളി ഉണ്ടെന്നും ഇങ്ങനെ ലോറി ഉണ്ടെന്നും ഒക്കെ അവർ അറിയുന്നത്. അവർക്ക് ഇൻഫർമേഷൻ നമ്മൾ വന്നിന്. കർണാടക മുഖ്യമന്ത്രിയോട് നേരിട്ട് സഹായം അഭ്യർത്ഥിച്ചെന്ന് KC വേണുഗോപാൽ. ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ കർണാടക മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ച് ലോ ആൻഡ് ഓർഡർ DGPയുമായി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ വിളിച്ച് ഇടപെടൽ ആവശ്യപ്പെട്ടതായി പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. കർണാടകയിൽ നിന്നുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശേഖരിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം.
ഷെഫീദ് റാവുത്തറാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. മറ്റൊരു കാര്യം, അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് കോഴിക്കോട് കുടുംബം ഉള്ളത്. അപകടം നടന്നതിന് തലേ ദിവസമാണ് അർജുൻ അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചത്. ആ അപകട സാധ്യത അങ്കോലയിലെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചെങ്കിലും കാര്യക്ഷമമായൊരു ഇടപെടൽ നടന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോൾ പരാതി പറയുന്നത്. ഈ റിപ്പോർട്ടിലേക്ക്. കർണാടകയിലെ രാംനഗറിൽ നിന്ന് ലോഡുമായി അർജുൻ മലപ്പുറം എടമണ്ണയിലേക്ക് യാത്ര തിരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച. യാത്രയ്ക്കിടയിൽ ഭാര്യയുമായി സംസാരിച്ചിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിക്ക് സുഹൃത്ത് സമീറുമായും സംസാരിച്ചു. പിന്നീടാണ് അർജുനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതായത്. പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്ന് ഭാര്യ കൃഷ്ണപ്രിയ 24-നോട് പറഞ്ഞു. ചില സമയങ്ങളിൽ ഫോൺ റിംഗ് ചെയ്തിരുന്നു. ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഫോൺ റിംഗ് ചെയ്തു, എന്നിട്ട് സ്വിച്ച് ഓഫ് ആയി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റേഞ്ച് കിട്ടുമ്പോൾ ഇങ്ങനെ ഫോൺ ഓൺ ആവുന്നതായിരിക്കും, അതിൽ ട്രൈ ചെയ്യുന്നുണ്ടാവും ആള് ഞങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ. അർജുൻ യാത്ര ചെയ്യുന്ന വഴിയിൽ അപകടം നടന്നെന്ന വാർത്തയറിഞ്ഞാണ് സുഹൃത്ത് സമീർ ബന്ധുക്കളെ വിവരമറിയിച്ചത്. അന്ന് രാത്രി വെളുപ്പിനോട് സംസാരിച്ചതാണ്, ഞാൻ ഉറങ്ങാൻ പോവാന്നാ പറഞ്ഞത്. പിന്നെ ഇന്ന് നേരം വെളുത്തിട്ട് ഈ സംഭവം അറിയുമ്പോഴാണ് അവന് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഉറങ്ങുന്നു പറഞ്ഞതാണ്. പിന്നെ നേരം വെളുത്തിട്ട് ഈ ഫ്ലഡിന്റെ കാര്യം അറിയുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഇതിന്റെ കാര്യങ്ങൾ നോക്കുന്നതും. അതിനിടയിൽ മണ്ണിനടിയിൽ ലോറി കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്ന GPS ലൊക്കേഷൻ ലഭിച്ചു. ഇക്കാര്യം ഉൾപ്പെടെ അറിയിച്ചിട്ടും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ഈ റൈറ്റ് സൈഡിലാണ് മണ്ണ് മുഴുവൻ കിടക്കുന്നത്. ഇവരിപ്പോഴും ലെഫ്റ്റ് സൈഡാണ് ക്ലിയർ ചെയ്യുന്നത്. ഇവിടെയാണ് വണ്ടി ഉള്ളതെന്ന് മെനയാന്ന് മുതൽ അവർ പറഞ്ഞിട്ടും ഇതുവരെ, പക്ഷെ ഇപ്പോഴും അവർ ലെഫ്റ്റ് സൈഡിലാണ് മണ്ണ് നീക്കുന്നത്. അർജുന്റെ ലോറിയുടെ എഞ്ചിൻ കഴിഞ്ഞ ദിവസം രാത്രി വരെ പ്രവർത്തിച്ചുവെന്നാണ് ഭാരത് ബെൻസ് അധികൃതർ കുടുംബത്തോട് പറഞ്ഞത്. അതിനാൽ അർജുൻ സുരക്ഷിതനായി ലോറിക്കകത്തുണ്ടാകുമെന്നും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. 24 കോഴിക്കോട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ കുടുംബം കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വരവിനായി. കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഒക്കെ തന്നെ വലിയ ഉത്കണ്ഠയിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കോഴിക്കോട്ടെ കക്കോടിയിലെ വസതിയിലാണ് അർജുൻ്റെ കുടുംബം താമസിക്കുന്നത്. ഈ വീടാണ് എക്സാക്ട്ലി അർജുൻ എന്ന ഡ്രൈവറുടെ വീട്. അവിടെ നിന്ന് സമീർ സി മുഹമ്മദ് തത്സമയം ചേരുകയാണ്. സമീർ, യഥാർത്ഥത്തിൽ ഈ കുടുംബവുമായി നമ്മൾ സംസാരിച്ചാലോ അവർ വലിയ പ്രതീക്ഷയിലാണെന്ന് എനിക്കറിയാം. രാവിലെ മോർണിംഗ് ഷോയിലും അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണപ്രിയ എന്താണ് അവസാനം നമ്മോട് പറഞ്ഞത്? ആ കുടുംബത്തിനൊരു പരാതി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. SKN അർജുൻ അപകടത്തിൽപ്പെട്ടു എന്ന് 2 ദിവസം മുമ്പ് അധികൃതരെ അറിയിച്ചിരുന്നു. പക്ഷേ ഒരു വിധത്തിലുമുള്ള നടപടിയും ഉണ്ടായില്ല. പിന്നീട് വാർത്തകൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ കുറച്ച് ഗൗരവത്തിലെടുക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനകത്ത് ഇടപെടുകയും അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇടപെടുന്നു. കർണാടക സർക്കാരുമായി സംസാരിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യക്ക് മുഖ്യമന്ത്രി കത്തയക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പിന്നീടാണ് ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. 2 ദിവസം മുമ്പ് നൽകിയ പരാതിയിൽ അവർ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ അർജുനെ വീട്ടിൽ എത്തിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള കാര്യമാണ് കുടുംബം പങ്കുവെക്കുന്നത്. ആ ഒരു ആശങ്ക അവർ പങ്കുവെക്കുമ്പോൾ തന്നെയും ഇപ്പോൾ നല്ല രീതിയിൽ അവിടുത്തെ തിരച്ചിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ നടക്കുന്നു എന്നറിയുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. അർജുൻ്റെ സഹോദരനും അതുപോലെ തന്നെ അർജുൻ്റെ അളിയനും ഈ സംഭവം നടന്ന അങ്കോലയിലാണ് ഉള്ളത്. അവിടെ നിന്ന് ആ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നടക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ അപ്പോൾ മാതാപിതാക്കളെയും അതുപോലെ തന്നെ ഭാര്യയെയും 2 സഹോദരിമാരെയും അവർ അറിയിക്കുന്നുണ്ട്. അർജുന് കാര്യമായ വിധത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആ കുടുംബം പങ്കുവെക്കുന്നത്. 3 മണിയോടുകൂടി ജില്ലാ കളക്ടർ ഇവിടെ എത്തിയിരുന്നു. ഉത്തര കന്നഡ ജില്ലാ കളക്ടറുമായി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഏറെ നേരം സംസാരിച്ചിരുന്നു. അതിനുകൂടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇവിടെ എത്തുകയും കുടുംബാംഗങ്ങളുടെ ഈ സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തുകയും ചെയ്തു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ കുടുംബാംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നും മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള പരിശോധനയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജുനെ സുരക്ഷിതമായി കൊണ്ട് തന്നെ നാട്ടിലെത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് ജില്ലാ കളക്ടർ കുടുംബാംഗങ്ങളുമായി കൊണ്ട് പങ്കുവച്ചിരിക്കുന്നത്. കുടുംബവും വലിയ പ്രതീക്ഷയിലാണ്, നാട് വലിയ പ്രതീക്ഷയിലാണ്, പ്രത്യാശയിലാണ്. പ്രാർത്ഥനയോടുകൂടെ കഴിയുകയാണ് ഈ നാടും ഈ കുടുംബവും. അർജുന് മറ്റൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം തന്നെ മറ്റൊരു ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ കാലാവസ്ഥ മാറി മാറി വരുന്നു. ഇടയ്ക്ക് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ രൂക്ഷമാകാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നു. മണ്ണ് ഇളക്കിക്കൊണ്ടുള്ള പരിശോധന, അതായത് മണ്ണ് എടുത്തു മാറ്റിക്കൊണ്ടാണ് അവിടെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ഈ ലോറി ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ള GPS ലൊക്കേഷൻ കണ്ടെത്തിയ ഇടത്തേക്ക് ഇപ്പോഴും അവിടേക്ക് പൂർണ്ണമായും ആ മേഖലയിലേക്ക് മണ്ണ് നീക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. മണ്ണ് എടുത്തു മാറ്റുമ്പോൾ പിന്നീട് മഴ പെയ്യുകയും അതുപോലെ തന്നെ മണ്ണ് ഇടിഞ്ഞ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ദേശീയ ദുരന്ത നിവാരണ സേനാ അംഗങ്ങളും നാവികസേനാ അംഗങ്ങളും ഉൾപ്പെടെ അവിടെ എത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു പ്രതീക്ഷ, വലിയ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. കോടിയിലെ വസതിയിൽ നിന്ന് സമീർ സി മുഹമ്മദാണ് നമുക്കൊപ്പം ചേർന്ന്. അർജുൻ്റെ കുടുംബം ഇവിടെ ആകാംക്ഷയുടെ ഉത്കണ്ഠയുടെ കാത്തിരിക്കുകയാണ്.
ഒരു യൂട്യൂബിലൊരു മുഹമ്മദ് പറയുന്നത് ചിലപ്പോൾ കൂടുതൽ ലോറികൾ ഈ പറയുന്ന സ്ഥലത്ത് ചിലപ്പോൾ മണ്ണിനടിയിൽ കാണുമെന്ന് അദ്ദേഹം പറയുന്നു. അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. കാരണം അവിടെ ശാസ്ത്രീയമായി തന്നെ തെരച്ചിൽ നടത്തുകയാണ് ഏജൻസികൾ. അവർ കണ്ടെത്തട്ടെ, കാര്യങ്ങൾ വാർത്താ ഏജൻസികളോട് പറയട്ടെ. അതുപോലെ പല ആൾക്കാരും യൂട്യൂബിൽ അവധിയുണ്ടോ എന്ന് ചോദിച്ച് പതിവ് പോലെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ നാളെ അവധിയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഈ സന്ദേശങ്ങൾ കാണാതിരിക്കുന്നില്ല, ഞാനതൊക്കെ കണ്ടു. നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിലെ 14 ജില്ലകളിലും അവധിയുണ്ടോ എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. ഒരു ജില്ലയിൽ മാത്രമേ അവധിയുള്ളൂ, അത് വയനാട് ജില്ലയ്ക്കാണ്. അവിടെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് ഈ അവധി ബാധകമല്ല എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അവിടെ വയനാട്ടിൽ ഇപ്പോഴും കനത്ത മഴ തുടരുന്ന കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് വയനാട്ടിൽ നാളെയും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെല്ലാം ഈ കാര്യം ശ്രദ്ധിക്കുക. മറ്റൊരു ജില്ലയിലും അവധി പ്രഖ്യാപിച്ചില്ല. പല ജില്ലകളിലും മഴയുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ അവധി പ്രഖ്യാപിക്കത്തക്ക തീവ്രമായ സാഹചര്യം നിലനിൽക്കുന്ന ഒരു ജില്ലയും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ജില്ലാ കളക്ടറും മറ്റൊരു ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പ്രിയപ്പെട്ട കുട്ടികളും അവരുടെ മാതാപിതാക്കളും രക്ഷകർത്താക്കളും അതുപോലെ അധ്യാപകരും തിരിച്ചറിയുക. വയനാട് ജില്ലയിലാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുള്ളത്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് ഈ അവധി ബാധകമല്ലെന്നും ജില്ലാ കളക്ടർ അറിയിക്കുന്നുണ്ട്. അതുപോലെ ലോകം മുഴുവൻ ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് ശൃംഖലയിൽ കുടുക്കി നമ്മൾ ലോകത്തെ ചെറുതാക്കി ഒരു ആഗോള ഗ്രാമം ഉണ്ടാക്കിയവരാണ് മനുഷ്യരെന്ന് പറയുന്നത്. ചിലപ്പോൾ അതിൻ്റെ ദുരന്തഫലം ഒരുപാട് സാധ്യതകൾ ഇൻ്റർനെറ്റ് നമുക്ക് മുന്നിൽ തുറന്നു വിടുന്നുണ്ട്. കാരണം ഈ ലോകത്തെ വളരെ വളരെ ചെറുതാക്കാനും ചെറിയൊരു ഗ്രാമം പോലെ പരസ്പരം നമുക്ക് ബന്ധപ്പെടാനും ഒക്കെ കഴിഞ്ഞത് ഇൻ്റർനെറ്റിൻ്റെ ഈ മഹത്തായ കണ്ണി ഉപയോഗിച്ചാണ്. എന്നാൽ അതേ ഇൻ്റർനെറ്റ് ശാസ്ത്രീയമായ നേട്ടങ്ങൾക്ക് കുറുകെ കയറി നിൽക്കുന്നതും അപൂർവമല്ല. ഇന്ന് അങ്ങനെ ഒരു സംഭവമായിരുന്നു. മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡ് സേവനങ്ങളിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ലോകം മുഴുവൻ ഇന്ന് പണിഷ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് സത്യം. എയർലൈൻസുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടു. സ്കൈ ന്യൂസ് പോലുള്ള പാശ്ചാത്യ ടെലിവിഷൻ മാധ്യമത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ വാർത്താ സംപ്രേഷണം അവർ നിർത്തിവെക്കേണ്ടി വന്നു. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനം പോലും ഇന്ന് നിലച്ചുപോയി. അക്ഷരാർത്ഥത്തിൽ വ്യാപാര രംഗം നടുങ്ങിപ്പോയ ഒരു ദിവസമായിരുന്നു ഇന്ന്. പറയുമ്പോൾ നമ്മുടെ ക്ലൗഡ് സേവനങ്ങൾ പണിമുടക്കി എന്നാണ് പറയുക. പക്ഷേ അതിൻ്റെ ദുരന്തഫലം വളരെ കൂടുതലായിരുന്നു. ആഗോള സൈബർ സുരക്ഷാ സ്ഥാപനമായ ക്രൗഡ് സ്ട്രൈക്കിലെ തകരാറാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ബ്രിട്ടീഷ് ന്യൂസ് ചാനലായ സ്കൈ ന്യൂസിന്റെ സംപ്രേഷണം നിലച്ചു. അമേരിക്കയിലെ എമർജൻസി സേവനങ്ങളും തടസ്സപ്പെട്ടു. ബ്രിട്ടനിൽ ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു. സൂപ്പർമാർക്കറ്റുകളുടെ പ്രവർത്തനവും നിലച്ചു. ബെർലിൻ, ആംസ്റ്റർഡാം വിമാനത്താവളങ്ങളിൽ സർവീസ് നിർത്തി. അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ സ്ഥിതി രൂക്ഷമാണ്. ഇന്ത്യയിൽ വിമാന കമ്പനികളിൽ ഭൂരിഭാഗവും ഓൺലൈൻ ബുക്കിംഗ്, ചെക്ക് ഇൻ എന്നിവ നിർത്തിവെച്ചു. സ്പൈസ് ജെറ്റ്, ആകാശ, ഇൻഡിഗോ തുടങ്ങിയ കമ്പനികളാണ് ഓൺലൈൻ ബുക്കിംഗ് നിർത്തിയത്. മാനുവൽ ചെക്ക് ഇൻ, ബോർഡിംഗ് പ്രക്രിയകളുണ്ടാകും. മൈക്രോസോഫ്റ്റ് അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത കമ്പ്യൂട്ടറുകൾ തനിയെ റീസ്റ്റാർട്ടാകുകയും ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് കാണിക്കുകയും ചെയ്തു. 24 ഡൽഹി. ഏതെങ്കിലും കുരുത്തം കെട്ടൊരു ഹാക്കറിൻ്റെ പണിയാണോ ഇത് എന്നൊക്കെ സംശയിക്കാം. കാരണം ഇതിലൊക്കെ ചെന്ന് കയറാൻ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഏതെങ്കിലും നെറ്റിൽ കണക്ട് ചെയ്ത ഒരു സാധനത്തിൽ കയറിയാലും ഇന്ന് ലോകത്തെ പല സാധനങ്ങളും പിടിച്ച് കുലുക്കാൻ പറ്റും. ആൻറ്റിവൈറസൊക്കെ ലോഡ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ തന്നെ ഹാക്കർമാർ കടന്നു കയറുന്ന കാലമാണ്. 24-ൻ്റെ വാർത്താ ചാനലിലേക്കും കടന്നു കയറാൻ ശ്രമം നടത്തിയിരുന്നു ഒരിക്കൽ. അത് ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്കൊരു ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ കണ്ണൂരിലെ അയ്യങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. കച്ചേരിക്കടവ് പാറക്കാമലയിൽ ആൾതാമസമില്ലാത്ത പറമ്പിലാണ് ഇന്ന് മണ്ണിടിഞ്ഞു വീണത്. അല്പം കുഴപ്പമുള്ള സാഹചര്യമായിരുന്നു അവിടെ നിലനിന്നത്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ നമുക്കൊപ്പം ചേരും. ഇടവേള കഴിഞ്ഞു വരും. ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂരിലേക്ക് പോവുകയായി. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദി തുടരുകയാണ്. ഒരു പാവം ഹാക്കറിൻ്റെ ഒരു സന്ദേശം വന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അടുത്തുള്ളവൻ്റെ മനസ്സ് നമ്മൾ അറിഞ്ഞാൽ എല്ലാവരും പാവമാണ്. ഹാക്കേഴ്സ് പ്രോഗ്രാംസൊക്കെ അവരൊക്കെ പാവങ്ങളാണെന്നാണ് പറഞ്ഞത്. ഞാനതല്ലേ പറഞ്ഞത്, കുരുത്തക്കെട്ടെന്ന് ഞാൻ ഉപയോഗിച്ചുള്ളൂ. കാര്യം വലിയ തലയുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഹാക്കേഴ്സ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ വളരെ ദാക്ഷിണ്യത്തോടാണ് സംസാരിച്ചത്. പക്ഷേ അവർ കാണിക്കുന്ന കുരുത്തക്കേട് കൊണ്ട് ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തന്നെ ചിലപ്പോൾ പിടിച്ചു നിർത്താൻ പറ്റിയെന്ന് വരും. അതുകൊണ്ട് നിങ്ങൾ ഇത് അയച്ച ആൾ ഒരു ഹാക്കറാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടാതിരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി കണ്ണൂരിൽ അയ്യങ്കുന്നിൽ മണ്ണിടിച്ചിലുണ്ടായി എന്ന വാർത്ത വരുന്നുണ്ട്. കച്ചേരിക്കടവ് പാറക്കാമലയിലാണ് താമസമില്ലാത്ത ഒരു സ്ഥലത്തിൽ ഒരു പറമ്പിൽ മണ്ണിടിച്ചിലുണ്ടായത്. സജോ ദേവസ്യ നമ്മുടെ പ്രതിനിധി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. സജോ, എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇവിടെ നിന്ന്? SKN കണ്ണൂർ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ പാലത്തുംകടവിനടുത്ത പാറക്കാമലയിലാണ് വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്.
അവിടെ നിന്ന് ഏതാണ്ട് ഒരു 2.5 ഏക്കർ സ്ഥലത്തോളം മണ്ണിടിഞ്ഞ് തകർന്ന് താഴേക്ക് പതിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട PWD റോഡും ഒപ്പം അതുവഴി പോയ വൈദ്യുതി കണക്ഷൻ നൽകിയിരുന്ന 8ഓളം വൈദ്യുതി പോസ്റ്റുകൾ എല്ലാം തകർന്ന് അവിടെയുണ്ട ഈ 2.5 ഏക്കർ സ്ഥലത്തെ കൃഷിയിടത്തിലെ എല്ലാ കൃഷിയും നശിപ്പിച്ച് താഴേക്ക് മണ്ണ് ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. അതിന് തൊട്ടു മുകളിൽ ഒരു ക്രഷർ പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്രഷറിൽ നിന്ന് കൂട്ടിയിട്ട മണ്ണും അത് ഈ മഴക്കാലത്ത് സംഭരിക്കപ്പെട്ട വെള്ളവും എല്ലാം കൂടി ചേർന്ന് തകർന്ന് താഴേക്ക് പതിച്ചതാണ് എന്നാണ് അവിടെയുള്ള നാട്ടുകാർ ആരോപിക്കുന്നത്. ഉരുൾപൊട്ടൽ എന്ന സംശയമുണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാരുടെ ആരോപണം എന്നത് ഈ ക്രഷറിൽ നിന്ന് വലിയ തോതിൽ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടിരുന്നു. വലിയ തോതിൽ വെള്ളക്കെട്ടും ആ കൂട്ടിയിട്ട മണ്ണിൻ്റെ തൊട്ടടുത്തായി ഉണ്ടായിരുന്നു. അവയെല്ലാം കൂടി കനത്ത മഴയിൽ തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു എന്നതാണ്. പക്ഷേ ആശ്വാസകരമായ കാര്യം അവിടെ തൊട്ടടുത്ത് തന്നെ വീടുകളൊന്നുമില്ല. സമീപത്ത് അവിടെ ഒരു വീടുണ്ടെങ്കിൽ പോലും ആ വീട്ടിൽ ആൾതാമസവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആളപായമൊന്നുമില്ല, ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടം പറ്റിയിട്ടില്ല. പക്ഷേ ആ മേഖലയെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടായി. കാരണം ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് വലിയ തോതിൽ 2-2.5 ഏക്കർ സ്ഥലത്തിൽ നിന്ന് മണ്ണ് പൂർണ്ണമായും പൊട്ടി ഒലിച്ച് താഴേക്ക് പതിക്കുകയാണ് ചെയ്തത്. താഴേക്ക് ഒലിച്ചിറങ്ങുന്നത് കാണാം. ഒരു റോഡ് പൂർണ്ണമായും വാഹന ഗതാഗതം സാധ്യമായിരുന്ന ഒരു PWD റോഡ് പൂർണ്ണമായും തകർന്ന് താഴേക്ക് പതിച്ചു. വൈദ്യുതി ബന്ധത്തിന് വേണ്ടി സ്ഥാപിച്ചിരുന്ന പോസ്റ്റുകളെല്ലാം തകർന്ന് താഴേക്ക് പതിച്ചു. അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ അന്വേഷണം വേണം, നടപടി വേണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ആ ക്രഷർ അവിടെയുള്ള മുന്നറിയിപ്പുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് അശാസ്ത്രീയമായി ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടതും വെള്ളക്കെട്ടിന് അവസരമൊരുക്കിയതും എല്ലാം പൊട്ടിത്തകർന്ന് താഴേക്ക് പതിക്കാൻ ഇടയാക്കി. ആൾതാമസം ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവാക്കി എന്നാണ് നാട്ടുകാർ പറയുന്നത്. SK. താങ്ക് യു. സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു കാര്യം, വയനാട്ടിലെ സ്ഥിതി അല്പം മോശമാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഇപ്പോഴും യൂട്യൂബിലൂടെ കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട് നാളെ സ്കൂളുണ്ടോ അവധിയുണ്ടോ. വയനാട്ടിലെ സ്കൂളുകൾക്ക് മാത്രമാണ് അവധി. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാളെ അടഞ്ഞു കിടക്കും. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ് എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അവിടെ മഴ കനത്ത രീതിയിൽ തുടരുകയാണ്. ഇപ്പോഴും കബനി പുഴ കരകവിഞ്ഞൊഴുകുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയനാട്ടിൽ പലയിടത്തും സ്ഥിതി ഇത്തിരി മോശമായി തുടരുകയാണ്. വാളാട് കൂടംകുന്ന് കാരച്ചാൽ റോഡ് ഒരാൾ പൊക്കം വെള്ളത്തിലായതോടെ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി എന്ന് പറയുന്നു. ഈ യഥാർത്ഥത്തിൽ 200ഓളം കുടുംബങ്ങളും ഒറ്റപ്പെട്ടു എന്നും വാർത്തയുണ്ട്. ഇവിടെ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് ഈ നാട്ടുകാർ. അവരുടെ സങ്കടങ്ങളിലേക്കാണ് ഈ റിപ്പോർട്ട് വെളിച്ചം വായിക്കുന്നത്. വാളാടിനെ തൊണ്ടർനാടുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോഡിലാണ് ഞാനുള്ളത്. കബനിപ്പുഴ കരകവിഞ്ഞപ്പോൾ ഇവിടെ വെള്ളം കയറി. ഈ ദുരിതത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ നാട്ടുകാർക്ക് ചില ആവശ്യങ്ങൾ ഉന്നയിക്കാനുമുണ്ട്. മഴ കനത്തു പെയ്തു. കബനി പലയിടത്തും കരകവിഞ്ഞു. വാളാട് എന്ന പ്രദേശത്തെ കാഴ്ചയാണിത്. കൂടംകുന്ന് കാരച്ചാൽ റോഡിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളമുണ്ട്. ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നത് 200-ലേറെ കുടുംബങ്ങൾ. താൽക്കാലിക കടത്തു സംവിധാനത്തിൽ അപകടകരമായി യാത്ര ചെയ്യേണ്ട സ്ഥിതി. ഈ റോഡ് ഉയർത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പൊതുമരാമത്ത് വകുപ്പ് റോഡ് ഏറ്റെടുക്കണമെന്നും. മഴക്കാലമായി കഴിഞ്ഞാൽ ദുരിതം അകലാത്ത രൂപത്തിൽ ഏത് സമയവും അവർക്ക് ഈ വാളാടുമായി ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഈ റോഡിൻ്റെ വിഷയത്തിൽ PWD ഏറ്റെടുക്കുകയും മന്ത്രിയും അതുപോലെ തന്നെ MLA എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഈ റോഡ് 2 മീറ്റർ ഹൈറ്റ് ഉയർത്തി അതിന് കൾവെട്ട് നിർമ്മിച്ച് പുനർനിർമ്മാണം നടത്തിയാൽ മാത്രമേ മഴക്കാലത്ത് ഈ റോഡ് ഉപയോഗയോഗ്യമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനുള്ള സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. റോഡ് നവീകരണത്തിനായി ത്രിതല പഞ്ചായത്തുകൾ ഫണ്ട് മാറ്റിവെക്കാറുണ്ട്. ഈ ഫണ്ട് കൊണ്ട് റോഡ് ഉയർത്തുക എന്നത് സാധ്യമല്ല. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ തന്നെ ഇതിന് വേണം. ഒരു ഭക്ഷണ സാധനങ്ങൾ പോലും കൊണ്ടുകൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇതുപോലെ റെസ്ക്യൂ ടീമും അതുപോലെ നമ്മളെ നല്ലവരായ നാട്ടുകാരും ഒത്തുചേർന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പഞ്ചായത്തു നിന്നും ബ്ലോക്കിൽ നിന്നും ജില്ലയിൽ നിന്നൊക്കെ ഏകദേശം 10 ലക്ഷം 20 ലക്ഷം രൂപ വെച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് മന്ത്രിയോ അല്ലെങ്കിൽ ഇതിന് വേണ്ടപ്പെട്ട ആളുകൾ ഇടപെട്ട് ഞങ്ങൾക്ക് ഈ റോഡ് സൗകര്യം ചെയ്തു തരണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. വാളാട് നിന്ന് തൊണ്ടർനാട്ടേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാവുന്ന വഴിയാണിത്. അടുത്ത മഴക്കാലം എത്തുന്നതിന് മുമ്പെങ്കിലും ഇതിനുള്ള നടപടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഇന്നാട്ടുകാർ ആശിക്കുന്നത്. ഈ അപകടകരമായ യാത്രയ്ക്ക് ഒരു ശാശ്വത പരിഹാരമുണ്ടാകണം. സർക്കാരിന്റെ ശ്രദ്ധ ഈ നാട്ടിലേക്ക് പതിയണം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ.
നിങ്ങളിപ്പോൾ കണ്ടല്ലോ, താൽക്കാലികമായ ഒരു കടത്ത സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ അതിസാഹസികമായി യാത്ര ചെയ്ത് എത്ര കാലം ഇങ്ങനെ ജീവിക്കാൻ കഴിയും എന്നാണ് ഇവിടുത്തെ പാവം ജനങ്ങൾ ചോദിക്കുന്നത്. അവർക്ക് കുറേ കാര്യങ്ങൾ, കുറേ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. ഞങ്ങൾ ക്യാമറ അങ്ങോട്ട് തിരിക്കുകയാണ്. ഏകദേശം ഒരു 100-300 മീറ്റർ റോഡ് ഒരു 2 മീറ്റർ ഉയർത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമാവും. മന്ത്രിയുമൊക്കെ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു റോഡ് പുനർനിർമ്മിച്ച് തരണമെന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. സേഫ്റ്റി ഇല്ലാത്ത ഇത്രയും പാർക്കിൽ നിന്ന് കൊണ്ടുവന്നൊരു ബോട്ടാണ്. അതിലാണ് ഈ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ നേരം വെളുത്ത് വൈകുന്നേരം വലിച്ചിട്ട് ആളുകളെ അപ്പുറം കടത്തുന്നത്. അപ്പം ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ നമ്മൾ പരാതിപ്പെട്ടിട്ടെങ്കിൽ ഇതുവരെ എന്തായിട്ടില്ല, ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ബന്ധപ്പെട്ട അധികാരികൾ, വകുപ്പ് മന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണുമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾ നാട്ടുകാരെ ആളുകൾക്ക് പറയാനുള്ളത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പഞ്ചായത്തിനോട് പറയുമ്പോൾ ബ്ലോക്കിനോട് പറയാം, ജില്ലയോട് പറയാമെന്ന് പറയുന്നതിന് പകരം PWD എത്രയും പെട്ടെന്ന് ഏറ്റെടുത്തിട്ട് ഈ ഒരു ദുരിതത്തിന് എത്രയും പെട്ടെന്ന് ഒരു ശമനം ഉണ്ടായിത്തരണം. അടുത്ത വർഷം ഈ ഒരു ദുരിതം ഉണ്ടാകരുത്, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി തരണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കിളികൾ കൂടുകൂട്ടും പോലെ ഓരോ വർഷം അവിടെ ഒരു പെട്ടിക്കട വെക്കും. ഈ വെള്ളപ്പൊക്കം കാരണം ആ അദ്ദേഹത്തിൻ്റെ ലക്ഷക്കണക്കിന് ഉൾപ്പെടെ നാശനഷ്ടങ്ങൾ വന്ന് പിറ്റേ വർഷമാകുമ്പോൾ ആ പെട്ടിക്കട പൂട്ടുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രദേശത്ത് കാണാനുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ ഒരു രോഗിനെ കൊണ്ടുപോയ ഒരവസ്ഥ. ഈ റെസ്ക്യൂ ടീമും നാട്ടുകാരൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ദിവസവും ഓരോരുത്തർ മരിക്കുന്ന ഒരു അവസ്ഥ ഈ പ്രദേശത്തുണ്ട്. ഇവിടെ രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ പാർട്ടിക്കാരുണ്ട്, എല്ലാ നേതാക്കന്മാരുള്ള നാടാണ്. പക്ഷെ എന്താണെന്നില്ല, ഈ ഒരു സാധനത്തിന് എന്താകുന്നില്ല, മുന്നിട്ട് ഇറങ്ങിയിരുന്നില്ല. അതൊരു നിർബന്ധമായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു മാർഗം ഉണ്ടാക്കണം. തകരാറിലായ ഒരു ബോട്ടിലാണ് നമ്മൾ ഇവിടുത്തെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ ആവശ്യമായ ഘടകം എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. സനിൽ ഈ പുഴ ഒരു വാട്സപ്പ് സന്ദേശം അയച്ചു. അദ്ദേഹം പറയുന്നത് ഈ മണ്ണിടിച്ചിലിൻ്റെ ഒരു ദൃശ്യം അയച്ചു, മറുപടി കണ്ടില്ലെന്നാണ്. നമ്മൾ പരിശോധിക്കട്ടെ. കാരണം ഈ മണ്ണിടിച്ചിലിൻ്റെ ദൃശ്യം താങ്കൾ അയച്ചാൽ നമ്മൾ ബ്യൂറോയുമായി ചെക്ക് ചെയ്ത് അത് ആധികാരികമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമ്മൾ ചിലപ്പോൾ ഇത് സംപ്രേഷണം ചെയ്തു എന്ന് പറയൂ. എന്തായാലും അത് പരിശോധിക്കാം. നമ്മുടെ PCR അതൊന്ന് പരിശോധിക്കുക. ഇനി ഇപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനായിട്ട് ഇറങ്ങിയ തൊഴിലാളികളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഹീറോസായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ആരെ രക്ഷിക്കാനും ഏത് കുത്തൊഴുക്കിലും അതിസാഹസികമായി ഇറങ്ങുന്നവരാണ് നമ്മുടെ അഗ്നിരക്ഷാ സേനയും അതേപോലെയുള്ള ആളുകളും. അവരാണിപ്പോൾ നാടിൻ്റെ റിയൽ ഹീറോസ്. ജീവൻ പണയപ്പെടുത്തിയാണ് മാൻഹോളിലേക്കൊക്കെ തന്നെ അവരെ നീന്തി ചെല്ലുന്നതും രക്ഷാപ്രവർത്തനം നടത്തുന്നതും നമുക്കറിയാം. പക്ഷേ അവരുടെ പരിരക്ഷയുടെ കാര്യം നിങ്ങളൊക്കെ അറിയുമെന്നറിയില്ല, വട്ടപൂജ്യമാണ്. അപ്പോൾ പ്രത്യേക ഇൻഷുറൻസോ അതല്ലെങ്കിൽ ഡ്രൈ സ്യൂട്ടോ ഒന്നും അവർക്കില്ല ശരിക്കും. അതിനു പുറമെ പോലീസ് ക്യാൻറ്റീനിൽ നിന്ന് ഇതുവരെ ലഭിച്ചിരുന്ന ഒരു നികുതികളുണ്ടായിരുന്നു, അതും ഈ അടുത്തിടെ സർക്കാർ റദ്ദാക്കിയെന്നാണ് ഇവർ പരാതി പറയുന്നത്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് നമ്മളൊന്ന് കണ്ണാടി പിടിക്കുന്നു. വാഴ്ത്തുപാടലുകൾക്ക് എപ്പോഴും ആയുസ് കുറവാണ്. അഭിനന്ദനങ്ങൾക്കപ്പുറം ആവശ്യങ്ങൾ തിരസ്കരിക്കപ്പെടും. അതിനുദാഹരണമാണ് കേരളത്തിലെ അഗ്നിരക്ഷാ സേന. ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയിക്കായി നടത്തിയ സമാനതകളില്ലാത്ത തിരച്ചിലും ചിറ്റൂരിലെ കുത്തൊഴുക്കിൽ ജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാപ്രവർത്തനവും കേരളം കണ്ടതാണ്. കേരളത്തിൽ അഗ്നിരക്ഷാ അംഗങ്ങൾക്ക് റിസ്ക് അലവൻസായി പ്രതിമാസം ലഭിക്കുന്നത് 200 രൂപയാണ്. ജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്യുന്ന സ്കൂബ ടീം അംഗങ്ങൾക്ക് പ്രതിമാസം 700 രൂപയും. മിഡിസപ്പൊഴികെ ആർക്കും പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷയില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ വെള്ളം അകത്ത് കയറാതെയുള്ള ഡ്രൈ ഡേ സ്യൂട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഇപ്പോഴും വെറ്റ് സ്യൂട്ടാണ്. തീർന്നിട്ടില്ല. പോലീസ് സേനയ്ക്ക് ലഭിച്ചിരുന്ന ക്യാൻറ്റീൻ സൗകര്യം നേരത്തെ ഫയർഫോഴ്സിനും കിട്ടിയിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ആ ഇളവും എടുത്തു കളഞ്ഞു. അങ്ങനെ അടിമുടി അവഗണനയാണ് നമ്മുടെ ജീവൻ രക്ഷാ സേനയോട് സർക്കാരിന്. കഴിഞ്ഞ 2-3 ദിവസമായി കേരളം വാഴ്ത്തപ്പെടുന്ന അഗ്നിരക്ഷാ അംഗങ്ങൾക്ക് തന്നെയാണ് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും അവഗണിക്കുന്നത്. വലിയ പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കുന്നതിനപ്പുറം ഈ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കണമെന്നാണ് അവരും ആവശ്യപ്പെടുന്നത്.
തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഒരു യൂട്യൂബ് സന്ദേശം വന്നിരിക്കുന്നു. അബ്ദുൽ അസീസ് നാസറാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ വയനാടിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, വയനാടിനൊരു MP ഉണ്ട്, ആ കാര്യം എന്താ ആരും പറയാത്തത്? പൊതുജനം കഴുതയല്ല സാർ എന്ന് ഇങ്ങോട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. വയനാട്ടിലെ കാര്യം ഇപ്പോൾ MP സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞിരിക്കുകയാണ്. ലോക്സഭാ സ്ഥാനം രാഹുൽ ഗാന്ധി രാജിവെച്ച കാര്യം താങ്കൾ ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ. ഇനി നമുക്ക് ഈ നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കുന്ന, എൻകറേജ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ബി പോസിറ്റീവ്. പട്ടാമ്പി തൃത്താല വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ഒരു 1.5 പവൻ്റെ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് എത്തിക്കാൻ വഴിയൊരുക്കി വിദ്യാർത്ഥികളായ 2 സഹോദരങ്ങൾ. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പരതൂർ കുളമുക്ക് സ്വദേശി രമ്യയുടെ മക്കളായ ശ്രീനന്ദ, അഭിഷേക് എന്നിവരാണ് ഈ മാതൃകാ പ്രവർത്തനം നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ശ്രീനന്ദയും അഭിഷേകും കുടുംബത്തോടൊപ്പം വെള്ളിയാങ്കലിലെ പൈതൃക പാർക്കിലെത്തിയത്. പാർക്കിൽ കളിക്കുന്നതിനിടെ സ്വർണ്ണാഭരണം നിലത്ത് കിടക്കുന്നത് കണ്ടു. ഉടനെ ആഭരണമെടുത്ത് അമ്മയും കൂട്ടി പാർക്കിന്റെ ഓഫീസിൽ ഏൽപ്പിച്ചു. അവിടെ നടക്കുമ്പോൾ കിട്ടിയതാ, വെറുതെ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നടക്കുമ്പോൾ കിട്ടിയതാ. ഞങ്ങൾ അവിടെ നടന്ന് ചോദിച്ചു ആരുടെയാണ്, നടന്ന് ചോദിച്ചപ്പോൾ അവിടെ ആരും കാണാനില്ല, അപ്പോൾ അവിടെ കൊടുത്തു. പാർക്ക് ജീവനക്കാർ ആഭരണം തൃത്താല പോലീസിൽ ഏൽപ്പിച്ചു. പോലീസ് ഉടമകളെ കണ്ടെത്തി. പോലീസിന്റെ സാന്നിധ്യത്തിൽ പാർക്ക് ജീവനക്കാരൻ PT അബൂബക്കർ ഉടമയ്ക്ക് സ്വർണ്ണമാല കൈമാറി. തവന്നൂർ സ്വദേശി മുഹമ്മദ് അലിയുടെ ഭാര്യയുടെ സ്വർണ്ണ പാദസരമായിരുന്നു കളഞ്ഞുപോയത്. മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച ഇരുവരെയും തൃത്താല ജനമൈത്രി പോലീസ് സ്കൂളിലെത്തി മൊമെന്റോ നൽകി അനുമോദിച്ചു. നമ്മൾ അന്വേഷിച്ചതിൽ നിന്നും അതൊരു ന്യൂസ് കൊടുത്തു. ആ ന്യൂസ് കൊടുത്തതിൽ നിന്നും അത് നഫീസ, തവനൂർ സ്വദേശിയായ ഒരു നഫീസ എന്നവരുടെ പാദസരമാണെന്ന് മനസ്സിലായി. അവർക്ക് നമ്മൾ ഇന്ന് പാദസരം കൈമാറിയിട്ടുള്ളതാണ്. എന്തായാലും ഈ കുട്ടികളുടെ പ്രവൃത്തിയെ സ്കൂളിനും അവരുടെ രക്ഷകർത്താക്കൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു പ്രവൃത്തിയാണ്. ശ്രീനന്ദ പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും അഭിഷേക് പഴയങ്ങാടി UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. കുട്ടികളുടെ വീട്ടിലെത്തി പരുതൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരും അനുമോദിച്ചു. തയ്യൽ തൊഴിലാളിയായ പരുതൂർ കുളമുക്ക് സ്വദേശി എഴുകോട്ടുപറമ്പിൽ രമ്യയാണ് കുട്ടികളുടെ അമ്മ. 24 പാലക്കാട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ കർണാടകത്തിലേക്ക് വണ്ടി ഓടിച്ചു പോയ അർജുൻ്റെ വാഹനത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് മനാഫാണ്. മനാഫിൻ്റെ സഹോദരൻ അൽഫ് ഇപ്പോൾ നമുക്ക് ടെലിഫോണിൽ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. നമസ്കാരം അൽഫ്, താങ്കൾക്ക് എന്തെങ്കിലും വിവരം കർണാടകത്തിൽ നിന്ന് ലഭിച്ചോ? നമുക്ക് ഞാനിപ്പോൾ അതിന്റെ മുന്നിൽ തന്നെ ഉള്ളത്, അവിടെ ദുരന്ത ഭൂമിയിൽ തന്നെ ഉള്ളത്. ഇവിടെ ഇപ്പം ഒരു 6 മണിക്ക് കുറച്ച് ഉദ്യോഗസ്ഥരും NDF-ന്റെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, അൽഫ് നമുക്ക് അയച്ചു തന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്പോട്ടിൽ തന്നെയാണ് അൽഫ് ഉള്ളത്. പറയൂ അൽഫ്. ഈ സ്പോട്ടിൽ തന്നെ ഉള്ളത്. ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോഴാണ് സ്റ്റാർട്ട് ആയത്. ഒരു 10 മിനിറ്റ് മുന്നെയാണ് ആ വണ്ടി ലൊക്കേറ്റ് ചെയ്തെന്ന് പറയുന്ന സ്ഥലത്ത് ഇവര് സ്റ്റാർട്ടായത്. ഇവന്റെ അൽഫ, ഇത് എത്ര ആഴത്തിൽ ആണ് ഈ വണ്ടി കിടക്കുന്നതെന്നാണ് ഈ തെരച്ചിൽ നടന്ന ആൾക്കാരുടെ ഒരു നിഗമനം? താഴ്ചയിലല്ല ഉള്ളത്, മല ഇടിഞ്ഞിട്ട് അതിന്റെ മുകളിലേക്ക് വീണത് മാതിരിയാണ്. അത് ബാക്കി 2-3 ടാങ്കറൊക്കെ തൊട്ടടുത്തുള്ള പുഴയിലേക്ക് പോയിട്ടുണ്ട്. ഇത് അവിടെ നമ്മളെ ലൊക്കേഷൻ, പുതിയ വണ്ടി ആയതുകൊണ്ട് കമ്പനിയിൽ അതിന്റെ ലൊക്കേഷൻ ചെക്ക് ചെയ്തപ്പം വണ്ടി ഇവിടെ തന്നെ കാണിക്കുന്നത്. പുഴയിലാണെങ്കിൽ പുഴയിലെ കാണിക്കും. എത്ര കൊല്ലം പഴക്കമുള്ള വണ്ടിയാണിത്? ഇത് ബെൻസിന്റെ വണ്ടിയല്ലേ? अभिनय करेगा. അൽഫ്, വേറെ ടീം വരുന്നുണ്ടെന്ന് പറഞ്ഞിപ്പോ ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ. അൽഫ്, ഇത് ബെൻസ് അല്ലേ ഈ വണ്ടി? ബെൻസ്, ഭാരത് ബെൻസ്. അപ്പോൾ ഭാരത് ബെൻസ് ആണ്. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന രീതിയിൽ കേരളത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത് കിടക്കുന്ന സ്ഥലം കൃത്യമാണ് എന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞോ? അവിടെ കൃത്യമാണെന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ഭാരത് ബെൻസിന്റെ എഞ്ചിനീയേഴ്സ് പറഞ്ഞത് അങ്ങനെയാണ്. എന്തായാലും അവിടുന്ന് ഒരു മൂവ്മെന്റ് നടന്നിട്ടാണെങ്കിൽ ആ മൂവ്മെന്റ് ആ ഭാഗത്തേക്കാണ് അത് കാണിക്കാന്നാ പറഞ്ഞത്. ഒരു 10 മീറ്റർ മാറിക്കാൻ മാക്സിമം ഒരു 10 മീറ്റർ ഒക്കെ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുള്ളൂ എന്ന് പറഞ്ഞു. ഈ അർജുന്റെ മൊബൈൽ ഫോൺ പിന്നീട് വർക്ക് ചെയ്തോ എപ്പോഴെങ്കിലും? പിന്നെ ഇന്ന് രാവിലെ ഒന്ന് റിങ് ചെയ്തെന്ന് പറഞ്ഞു. ലൊക്കേഷൻ അവിടെ
ഓക്കെ, വണ്ടിയുടെ എഞ്ചിൻ ഇടയ്ക്കൊന്ന് ഓണായി എന്ന് പറഞ്ഞു. എഞ്ചിൻ ഓൺ ആയിട്ടുണ്ടായിരുന്നു രാവിലെ ഇന്നലെ രാത്രി ഒരു ഇത് ഓൺ ആയിട്ടുണ്ട്. അത് അവർക്ക് മനസ്സിലാവും, ആർക്ക് കമ്പനിക്ക് മനസ്സിലാവും. അവർക്ക് എന്നിട്ട് റിപ്പോർട്ടും കൂടെ അയച്ചിരുന്നു. അൽഫെ, മറ്റൊരു കാര്യം, അവിടെ രക്ഷാദൗത്യം വളരെ കടുപ്പം പിടിച്ചതാണ്. കാര്യം നല്ല മഴയുണ്ട്. മാത്രമല്ല ഈ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് പ്രകൃതിയും ഇത്തിരി ഹൂങ്കാരത്തോടെ തന്നെ നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അങ്കോല എന്ന് പറയുന്ന സ്ഥലത്ത് പൊതുവെ മണ്ണിടിച്ചിലുള്ള സ്ഥലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പൊ റെസ്ക്യൂ നിർത്തിവെച്ചോ? റെസ്ക്യൂ ഓപ്പറേഷൻ നിർത്തിവെച്ചോ? ഇപ്പം വരെ പോവുക. നിർത്തിന്ന് പറഞ്ഞു. നിർത്തി വേറെ ടീം വരുന്ന പറഞ്ഞു മറ്റാള്. ഒരു മിനിറ്റ് സാർ. ഓക്കെ. എന്നെ ഏറെ നിർത്തിയിരിക്കുകയാണെന്നുള്ള മറന്നു പോരുത് സാർ. അതായത് വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോ ഈ നമ്മൾ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഒരു മന്ത്രിനെ ആരെങ്കിലും വന്നാലേ ഉള്ളൂ ഇവിടെ സ്പീഡായി കിട്ടുള്ളൂ. കാരണം ഇവർ ഈ റോഡിന്റെ പണീന്റെ മെയിൻ നോക്കാണ്. അതാണ് അവർ നോക്കുന്നത്. ഓക്കെ. അല്ല, എന്നോട് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് മന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് അവിടെ കാര്യമായ തെരച്ചിലും രക്ഷാപ്രവർത്തനവും നടത്തുന്നു എന്നാണ്. അപ്പോൾ താങ്കൾക്ക് ആ സ്പോട്ടിലെത്തിയപ്പോൾ എന്താണ് കാണാൻ കഴിയുന്നത്? കാര്യമായി നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇല്ല ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്നുള്ളൂ. ഈ ഒരു 10-15 മിനിറ്റ്. ഓക്കെ, ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഞാൻ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഈ കാര്യം. അദ്ദേഹം തന്നെയാണ് എന്നോട് പറഞ്ഞത്. താങ്ക് യു, താങ്കൾ നമ്മോടൊപ്പം ചേർന്നതിന് നന്ദി. ഇപ്പോൾ അദ്ദേഹം അൽഫ് അറിയിക്കുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ തെരച്ചിൽ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നു എന്നാണ്. വേറൊരു സംഘം വന്ന് തെരച്ചിൽ തുടരുമെന്നാണ് പറയുന്നത്. രക്ഷാദൗത്യത്തിൽ ഒരു വേഗമുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചെങ്കിലും ആ വേഗം ഇപ്പോൾ ഇല്ല എന്നാണ് ഈ അപകടം നടന്ന ഈ അങ്കോലയിൽ നിന്ന്, ഈ സ്പോട്ടിൽ നിന്ന് ഈ വാഹന ഉടമയുടെ സഹോദരൻ നമ്മോട് പറയുന്നത്. ഇനി നമുക്ക് ഒരു ചെറിയ ഇടവേള കൂടി വേണം. ഈ ഇടവേളക്കിടയിൽ നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന ആൾക്കാരുമായിട്ടൊക്കെ നമുക്ക് ബന്ധപ്പെടാം. ബ്രേക്ക്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഈ പരിപാടിയുടെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ ഷിരൂരിലേക്ക് തന്നെ നമ്മൾ പോകുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംസ്ഥാന സർക്കാരുമായിട്ടും മന്ത്രി കെ.ബി. ഗണേഷ് കുമാറുമായും ഒക്കെ നമ്മൾ ഇപ്പോൾ ഈ ഇടവേളയിൽ ബന്ധപ്പെട്ടു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഒരു 4 നില കെട്ടിടത്തിൻ്റെ അത്രയും പൊക്കത്തിൽ അവിടെ മണ്ണ് കിടക്കുകയാണ്. തെരച്ചിൽ ചിലപ്പോൾ രാത്രിയിൽ നിർത്തിവെക്കേണ്ടി വരാനുള്ള സാഹചര്യം അതുകൊണ്ട് തന്നെ ഉണ്ടാകും. അവിടുത്തെ ജില്ലാ കളക്ടറുമായി സംസാരിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾക്ക് അറിയാൻ കഴിയുന്നത് അത്ര കൂടുതൽ അപകടകരമായി മണ്ണിടിഞ്ഞു വീണ് കിടക്കുന്നു എന്നാണ്. അരുൺ ഭൂപ്പറമ്പ ഈ ഷിരൂരിനടുത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടേക്കുള്ള യാത്രയിലാണ് നമ്മുടെ വാർത്താ സംഘം. അരുൺ, താങ്കളിപ്പോൾ എവിടെയാണ്? താങ്കൾക്ക് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? ഇപ്പോൾ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നിർത്തിവെച്ചു എന്നാണ് നമുക്ക് ഈ സ്പോട്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മാത്രമല്ല മറ്റൊരു സംഘം വന്ന് തെരച്ചിൽ തുടരുമെന്നും വാർത്തകൾ ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വാർത്താ സംഘം ഉടൻ തന്നെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് രാത്രിയിലും തെരച്ചിൽ തുടരണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചിട്ടുള്ളത്. അതിനുള്ള സംവിധാനങ്ങൾ ജില്ലാ ഭരണകൂടം നിലവിൽ ഒരുക്കുന്നുണ്ട്. ലൈറ്റുകൾ ഉൾപ്പെടെ എത്തിച്ച് ഈ വെളിച്ചത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ അവിടെ എത്തിച്ചു എന്നതാണ് ഇപ്പോൾ നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇപ്പോൾ SK സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ കടുത്ത പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥക്കൊപ്പം തന്നെ ഇത് വലിയൊരു ഒരു കുന്ന് തന്നെ ഇടിഞ്ഞു വീണതാണ്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായി പെട്ടെന്ന് ഈ മണ്ണ് നീക്കി ആ GPS ലൊക്കേഷൻ കണ്ട ആ ഇടത്തേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റില്ല. അതായത് ഈ 2 വശങ്ങളിൽ നിന്നും മണ്ണ് നീക്കുക, അതോടൊപ്പം തന്നെ മുകളിലെ വശത്തു നിന്നും മണ്ണിടിയാതെ സൂക്ഷിച്ചു വേണം, വളരെ ജാഗ്രതയോടെ വേണം ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി. ആ രീതിയിൽ അതാണ് ഈ കാലതാമസത്തിന് അല്ലെങ്കിൽ ഇതിങ്ങനെ വൈകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. അത്തരത്തിൽ ജാഗ്രതയോടെയാണ് രക്ഷാപ്രവർത്തകർ ഈ ദൗത്യം നടത്തുന്നത്. നിലവിൽ ഇപ്പോൾ മണ്ണ് നീക്കുന്ന നടപടി ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം ഈ ലൈറ്റുകൾ ഉൾപ്പെടെ അവിടെ എത്തിച്ച് അത് ഓണാക്കി ഈ വെളിച്ചം എത്തിയതിനു ശേഷമായിരിക്കും ഈ സംഘം ഈ തെരച്ചിൽ പുനരാരംഭിക്കുക. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരു 9-10 മണി വരെ തെരച്ചിൽ നടത്തും. അതിനുശേഷം ഒരുപക്ഷെ അവിടെ തെരച്ചിൽ നടത്താൻ പ്രായോഗികമായി സാധിക്കില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം കർണാടക സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി
അർജുനായി വ്യാപകമായ തിരച്ചിൽ നടക്കുകയാണ്. എന്നാൽ ഈ പ്രദേശം യഥാർത്ഥത്തിൽ വളരെ ഇത്തരം മണ്ണിടിച്ചിൽ സാധാരണ ഉണ്ടാകുന്ന പ്രദേശം തന്നെയാണ്. ഒരു വലിയ മല തന്നെ ഇടിഞ്ഞ് ഇറങ്ങി വന്നതുപോലുള്ളൊരു അവസ്ഥയിലാണ് ഇതുണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഭാവനയ്ക്കപ്പുറമുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരുപാട് എന്നോട് സംസ്ഥാനത്തെ ഒരു മന്ത്രി സൂചിപ്പിച്ച് ഒരു കെട്ടിടത്തിൻ്റെ 4 നില പൊക്കത്തിൽ ഇപ്പോൾ മണ്ണ് കിടക്കുകയാണ്. ആ മണ്ണ് മാറ്റിയിട്ട് വേണം നമുക്ക് ഈ ലോറി കണ്ടെത്താനെന്നുള്ള കാര്യമാണ്. എന്തായാലും സാഹസികമായ ദൗത്യം തൽക്കാലം നിർത്തിവെച്ചെങ്കിലും ഈ ദൗത്യം തുടരുമെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പ പറഞ്ഞത്. അരുൺ, വിശദാംശങ്ങൾ പറയൂ. അരുൺ, താങ്കൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അല്പം മുമ്പാണ് നമുക്കിപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ ലഭിച്ചത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ ഭയം തോന്നും. മാത്രമല്ല, ആദ്യമൊക്കെ സംശയിച്ചിരുന്നത് ഈ അർജുൻ ഓടിച്ച ലോറി അവിടുത്തെ ആ പുഴയിൽ വീണു എന്നായിരുന്നു. എന്നാൽ പിന്നീട് മനസ്സിലായത് KP ഗണേഷ് കുമാർ അത് അസന്നിഗ്ധമായി വെളിപ്പെടുത്തുകയും ചെയ്തു. അതായത് ഈ മൊബൈൽ ഫോണും അതുപോലെ തന്നെ GPS ഒക്കെ തന്നെ ഈ വെള്ളത്തിൽ വീണാൽ അത് കേടായി പോവും, അത് പ്രവർത്തിക്കില്ല. അതുകൊണ്ട് തന്നെ അത് വെള്ളത്തിൽ പോയിട്ടില്ല എന്ന് ഉറപ്പിക്കാം. പിന്നീട് മൊബൈൽ കമ്പനിയും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമുക്ക് യാത്രക്കിടയിൽ, അതായത് ഈ ലൊക്കേഷനിലേക്കുള്ള യാത്രക്കിടയിൽ അരുൺ പൂപ്പറമ്പ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, വിശദാംശങ്ങൾ. SK നിലവിൽ രാത്രിയിലും ഒരു 9-10 മണിവരെ തെരച്ചിൽ നടത്തണം എന്ന് തന്നെയാണ് നിലവിൽ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ തെരച്ചിൽ നിർത്തിവച്ചിട്ടുണ്ട്. ദൗത്യസംഘം ഇപ്പോൾ നിലവിൽ ഈ തെരച്ചിലും മണ്ണ് എടുക്കുന്ന പ്രവർത്തനം നിർത്തിവച്ചിട്ടുണ്ട്. ഈ ലൈറ്റുകൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. അതുൾപ്പെടെ വെളിച്ചം സംവിധാനം ഒരുക്കിയതിന് ശേഷമായിരിക്കും വീണ്ടും ഈ മണ്ണ് എടുക്കുന്ന പ്രവൃത്തി ഉൾപ്പെടെ തെരച്ചിൽ പുനരാരംഭിക്കുക. 9-10 മണിവരെ തെരച്ചിൽ നടത്താൻ സാധിക്കും എന്നതാണ് ജില്ലാ ഭരണകൂടം നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു കാരണവശാലും തെരച്ചിൽ നടത്താനുള്ള പ്രായോഗികമായ സാഹചര്യം അവിടെ ഇല്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. നിലവിൽ ഈ അതായത് വലിയൊരു മൺകൂനയാണ്, അതൊരു കുന്ന് തന്നെ ഇടിഞ്ഞു വീണ നിലയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നേരത്തെ തന്നെ വ്യക്തമായതാണ്. അത് വളരെ എളുപ്പത്തിൽ അത് നീക്കം ചെയ്ത് ഈ നേരത്തെ GPS ലൊക്കേഷൻ കണ്ട ആ പോയിന്റിലേക്ക് ഈ മണ്ണെടുത്ത് നീക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കില്ല. അത് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. അത് ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കേരള സംസ്ഥാന സർക്കാരിന് അത് അറിയിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിരന്തരമായി ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടവുമായി KP ഗണേഷ് കുമാർ മന്ത്രി ഉൾപ്പെടെ അവർ ബന്ധപ്പെടുന്നുണ്ട്. നിലവിൽ അവരെയും ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇത്ര വലിയ ഒരു മൺകൂന, അത് വളരെ ജാഗ്രതയോടെ ഇതിന് 2 വശങ്ങളിൽ നിന്നും മണ്ണ് നീക്കുക. അതിനുശേഷം ഈ നടുവിലുള്ള ഭാഗത്താണ് ഈ GPS ലൊക്കേഷൻ പോയിന്റ് ഉള്ളത്. അവിടുത്തെ മണ്ണ് കുഴിച്ചെടുക്കണം. ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത്. നിലവിൽ ഇരുവശങ്ങളിൽ നിന്നുമായി മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. രാത്രി 9-10 മണിവരെ, മാക്സിമം 10 മണിവരെ ഈ പ്രവർത്തനം തുടരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു അരുൺ പൂപ്പറമ്പ. അദ്ദേഹം ഈ ലൊക്കേഷനിലേക്കുള്ള യാത്രയിലാണ്. ഏതാനും മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ അല്പസമയത്തിനകം ഇദ്ദേഹം ഈ ലൊക്കേഷനിൽ, ഈ അങ്കോല എന്ന് പറയുന്ന സ്ഥലത്ത് മണ്ണിടിഞ്ഞ ഈ ലൊക്കേഷനിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ നമുക്ക് ഈ അങ്കോലയിലെ ജില്ലാ കളക്ടർ അയച്ചിട്ടുള്ള കുറച്ച് ഭീകരമായ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ നമുക്ക് ഈ എൻകൗണ്ടർ എന്ന പരിപാടിയിൽ അതിൻ്റെ തുടക്കത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇനി എൻകൗണ്ടറിൻ്റെ ഊഴമാണ്, ഇതേ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന കോഴിക്കോട്ടെ കക്കോടിയിലെ അർജുനായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഓവർ ടു ഹാഷ്മി താജ് ഇബ്രാഹിം ഫോർ എൻകൗണ്ടർ പ്രൈം.